മലപ്പുറത്ത് എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അതിനു മുമ്പ് വിപിൻ സി വിജയന്റെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വാക്കുകൾ. ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത്. പ്രത്യേക ടോയ്ലറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധനാ ഫലം വന്നാൽ ഉടൻ തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ഇനി മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വിപിൻ സി വിജയൻ, യഥാർത്ഥത്തിൽ ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെ വലിയ ആശങ്കയാണ് ഈ രോഗമുണ്ടായിരിക്കുന്നത്. ഈ കുരങ്ങുപനി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പടരുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ ചികിത്സയിൽ രോഗലക്ഷണങ്ങളോട് എത്തി എന്നുള്ള വാർത്ത ചെറുതായിട്ടെങ്കിലും നമ്മളെ അലോസരപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ SKN, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇദ്ദേഹം നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ ചെറിയ സംശയമുള്ളത് കൊണ്ട് പരമാവധി ജാഗ്രത ആ കാര്യത്തിൽ എടുത്തിരുന്നു. പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വീട്ടുകാരിൽ നിന്ന് അകലമൊക്കെ പാലിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു നല്ല മാതൃകയാണ്. അദ്ദേഹത്തിന് ഇന്നലെയാണ് കുറച്ച് പനി കൂടുതൽ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ചികിത്സ തേടുകയും ചെയ്തു. ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ OP-യിലേക്കാണ് പോയത്. അപ്പോൾ കടുത്ത പനിയും ഒപ്പം തന്നെ ഈ തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സംശയം തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്പോൾ തന്നെ പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ സ്രവമെടുത്ത് കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ഏത് തരത്തിലുള്ള അസുഖമാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ജാഗ്രതയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. എടവണ്ണ ഒതായി സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്നലെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ 100-ലധികം രാജ്യങ്ങളിൽ വലിയ ജാഗ്രതയും പ്രതിരോധ പ്രവർത്തനവും ഈ എംപോക്സ് പനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ഇത് ഡൽഹിയിൽ ഒന്ന് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ജാഗ്രതയും പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും കടക്കണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഈ സമയത്തു കൂടിയാണ് ഇപ്പോൾ രോഗലക്ഷണങ്ങളുമായി ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. SKN.